മത്തിയിൽ നിന്നുള്ളൊരു മോചനത്തിനായിട്ട് ഇന്ന് കിട്ടിയേക്കുന്ന വലിയ കുറിച്ചിയാണ് CD കുറിച്ചി, പാക്കുറിച്ചി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ കുറിച്ചിക്ക് എന്ത് പേരാ പറയുന്നത്? ഇത് കത്രിക വെട്ടാനായിട്ടാണ് എളുപ്പം. വെട്ടിക്കഴിഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഈ സ്റ്റീൽ ബോൾ വെച്ച് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. പതുക്കെ ഉരച്ചു കൊടുക്കണം, മാംസം ഉടഞ്ഞു പോകരുത്. അങ്ങനെ നമ്മളിത് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. മീൻ ഇന്ന് തേങ്ങ അരച്ച് മാങ്ങയിട്ടാണ് വെക്കുന്നത്. തേങ്ങയോടൊപ്പം 1.5 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഉള്ളി കഷ്ണവും എടുത്തിരുന്നു. ഈ ഒരു മാങ്ങയാണ് ഈ അരപ്പിന് വേണ്ടി ചേർക്കുന്നത്. അരച്ചെടുത്ത അരപ്പിലേക്ക് ഈ ഒരു മാങ്ങ പൂളിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അരപ്പ് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പൂളി വെച്ചിരിക്കുന്ന മാങ്ങയും 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കും മീനും കൂടെ ഉള്ള കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മീൻ ഇട്ട് കൊടുത്ത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നു. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണം തന്നെ ഉണ്ട്. സൂപ്പർ മീൻ കറിയാണ്.